Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബോർഡ് എക്സാമിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. Let us start. First question. If A and B are two events such that P of A is equal to half, P of B is equal to 7/12 and P of A complement union B complement is equal to 1/4, then find P of A intersection B. Also check whether A and B are independent events. Okay. So first നമുക്ക് കാണേണ്ടത് P of A intersection B ആണ്. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്യാം. P of A, P of B, പിന്നെ P of A complement union B complement is equal to 1/4. ഇതെല്ലാം തന്നിട്ടുണ്ട് അല്ലേ? ഈ A complement എന്ന് പറഞ്ഞാൽ എന്താ? Not A എന്നാണ് ഉദ്ദേശിക്കുന്നത്. Okay. So P of A intersection B യുടെ ഫോർമുല എന്താ? 1 minus P of A complement union B complement അല്ലേ? ഈ ഫോർമുല ജനറൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് P of A intersection B കണ്ടുപിടിക്കാം. So ഇത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1/4 എന്നുള്ളത്. That means 1 minus 1/4 അതായത് 3/4 ആണ് ആൻസർ. Next, check whether A and B are independent events. എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആവണമെങ്കിൽ അതായത് നമുക്കറിയാം P of A intersection B is equal to P of A into P of B. Okay. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ കേസിൽ P of A intersection B എന്തായിരിക്കും? P of A into P of B ആയിരിക്കും. നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റ് ഓഫ് ടു ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ സപ്പോസ് അതായത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് അല്ല. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ RHS കണ്ടുപിടിക്കാം. P of A into P of B കണ്ടുപിടിക്കാം. അതായത് P of A intersection B നമ്മൾ ഫസ്റ്റ് കേസിൽ കണ്ടുപിടിച്ചു. ഇനി ഈ ഒരു പോർഷനിൽ P of A into P of B കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 1/2 into 7/12. ഇത് രണ്ടും തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. അതായത് 7/24. ഈ 7/24ഉം നമുക്കിപ്പോൾ നേരത്തെ കിട്ടിയ P of A intersection B യും നോട്ട് ഈക്വൽ ആണ് അല്ലെ? നോട്ട് ഈക്വൽ ടു P of A intersection B ആണ്. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? They are not independent. Next question. Bag 1 contains 3 red balls, 4 black balls, while bag 2 contains 5 red balls and 6 black balls. One of the bag is selected at random and a ball is drawn out of it. അതായത് ഒരു ബാഗ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു, അതിൽ നിന്നൊരു ബോൾ നമ്മൾ എടുക്കുന്നു. If the ball drawn is found to be red, ആ ബോൾ എടുത്തത് റെഡ് ആണെങ്കിൽ then find probability that it was from bag 2. ആ എടുത്ത ബോൾ റെഡ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ എടുത്ത ബോൾ ബാഗ് 2ൽ നിന്നാവണം എന്നുള്ള ആ ഒരു പ്രോബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ രണ്ട് ബാഗ്സ് ഉണ്ട്, ബാഗ് 1ഉം ബാഗ് 2ഉം. അപ്പോൾ കൺസേൺ ആയിട്ടുള്ള ഇവന്റ്സ് അതായത് ബാഗ് 1 റിലേറ്റഡ് ആയിട്ട് E1ഉം ബാഗ് 2 റിലേറ്റഡ് ആയിട്ട് E2, ഈ രണ്ട് ഇവന്റ്സും നമ്മൾ ഡ്രോയിങ് ദ ബാഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് ആയിട്ട് എടുക്കാം. അതായത് ബാഗ് 2ൽ നിന്ന് നമ്മൾ ബോൾ എടുക്കുന്ന ഇവന്റിനെ E1 എന്നും ബാഗ് 1ൽ നിന്ന് എടുക്കുന്ന ആ ഒരു ഇവന്റ് E1 എന്നും ബാഗ് 2ൽ നിന്ന് ബോൾ എടുക്കുന്ന ഇവന്റിനെ E2 എന്നും നമ്മൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് അസ്യൂം ചെയ്യുക. ഇനി ബാഗ് 1ൽ 3 റെഡും 4 ബ്ലാക്ക് ബോൾസും ഉണ്ട്. അതുപോലെ ബാഗ് 2ൽ 5 റെഡും 6 ബ്ലാക്ക് ബോൾസ് ആണ് ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി P of E1ഉം P of E2 എന്തായിരിക്കും? ഈക്വൽ പ്രോബബിലിറ്റി ആയിരിക്കും. അതായത് 1/2. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. ഈക്വൽ പ്രോബബിലിറ്റി പറഞ്ഞാൽ ഹാഫ് പ്ലസ് ഹാഫ്, അതായത് 1/2 ആണ് ഓരോ പ്രോബബിലിറ്റി വരാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് ബാഗ്സ് ആണുള്ളത് നമുക്കറിയാം. സോ ഒരു പ്രോബബിലിറ്റി അതായത് ഈക്വൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 1/2 ആയിരിക്കും ഉണ്ടാവുക. ഇനി P of E1 എന്ന് പറയുന്നത് എന്താ? ബാഗ് 1ൽ നിന്ന് ബോൾ എടുക്കുന്നത്, അത് എന്തായിരിക്കും? 1/2 തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ P of E2 എന്ന് പറയുന്നത് എന്താ? ബാഗ് 2ൽ നിന്ന് എടുക്കുന്നത് ബോൾ, അപ്പോൾ അതും 1/2 തന്നെയാണ് വരിക. ക്ലിയർ ആയല്ലോ? ഇനി ലെറ്റ് E be the event of drawing a red ball. നമ്മളിപ്പോൾ E1ഉം E2ഉം പറഞ്ഞത് എന്താ? ബാഗ് 1ഉം ബാഗ് 2ഉം നമ്മൾ ഇതുപോലെ ഡ്രോ ചെയ്യുന്ന ബേസ് ചെയ്തിട്ടാണ് നമ്മൾ E1ഉം E2ഉം ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ റെഡ് ബോൾ ആണ് ഡ്രോ ചെയ്യുന്നത് എന്നുള്ളത് E ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ ഒരു ഇവന്റ് E ആയിട്ട് എടുക്കുക. ക്ലിയർ ആയല്ലോ? റെഡ് ബോൾ, എടുത്ത ബോൾ റെഡ് ആണെന്നുള്ളത് E ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി P of E given E1 എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? 3/7. അതായത് ബാഗ് 1ന്റെ കൺസിഡർ ചെയ്യാം. ബാഗ് 1ൽ ഇപ്പോൾ 3 റെഡ് ഉണ്ട്. ടോട്ടൽ എത്രയുള്ളത്? 3 + 4 അല്ലേ? അതായത് 7 ബോൾസ് നിന്ന് 3 റെഡ് ബോൾസ് ആണ് പ്രോബിലിറ്റി ഉള്ളത്. സോ 3/7 ആണ് P of E given E1 വരിക അല്ലേ? അതുപോലെ P of E given E2 എന്താ വരിക? അതായത് 5/11. 5/11 വരാൻ കാരണം എന്താ? ബാഗ് 2ൽ 5 റെഡ് ബോൾസ് ഉള്ളത്. ടോട്ടൽ എത്രയാ? 5 + 6, അതായത് 11 ടോട്ടൽ ബോൾസ് ആണ്. സോ 5/11. ഇനിയിപ്പോൾ ഈ P of A given B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ?
ഇവന്റ് ബി ഹാസ് ഓൾറെഡി ഒക്കേർഡ്. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പി ഓഫ് എ ഗിവൺ ബി പറയുന്നത് എന്താ, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ വെർ ബി ഇവന്റ് ഹാസ് ഓൾറെഡി ഒക്കേർഡ്. അപ്പൊ അതുപോലെ ഇപ്പൊ ഇവിടെ പി ഓഫ് ഇ ഗിവൺ ഇവണ്ടെ നമുക്ക് എങ്ങനെ പറയാം, ഇ1 ഓൾറെഡി ഒക്കേർഡ് ആണ്, ഇ എന്ന് പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. അപ്പൊ നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ അതെങ്ങനെ വരിക, ഇപ്പൊ പി ഓഫ് ഇ ഗിവൺ ഇ1 എന്ന് പറയുമ്പോൾ എന്താ, ഇ1 എന്ന് പറയുന്നത് എന്താ, നമ്മൾ ബാഗ് 1ൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, അതാണ് ഇവന്റ്. ആ ഇവന്റ് ഒക്കർ ചെയ്തു. ഇനി ആ എടുത്ത ബോൾ എന്ന് പറയുന്നത് റെഡ് ആവുക, ആ ഇവന്റ് ആണ് ഇ എന്ന് പറയുന്നത്, അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ക്ലിയർ ആയല്ലോ. അപ്പൊ പി ഓഫ് ഇ ഗിവൺ ഇ2 എന്ന് പറയുന്നത് എന്താ, ബാഗ് 2ൽ നിന്ന് നമ്മൾ ബോൾ ഡ്രോ ചെയ്തു, അത് മാത്രമല്ല എടുത്ത ബോൾ റെഡ് ആവണം, അതാണ് പി ഓഫ് ഇ ഗിവൺ ഇ2. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഇനി നമുക്ക് ആവശ്യമുള്ള പ്രോബബിലിറ്റി എന്താ, പി ഓഫ് ഇ2 ഗിവൺ ഇ. അതായത് ഇ എന്ന് പറയുന്നത് ഒക്കർ ചെയ്തിട്ടുണ്ട്, ഇനി അത് ഇ2 ആയിരിക്കണം. അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇ2 ഗിവൺ ദാറ്റ് ഇ ഹാസ് ഓൾറെഡി ഒക്കേർഡ്. ഇ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഓൾറെഡി റെഡ് ബോൾ ആയിരിക്കണം എന്നുള്ളത് അല്ലെ. അത് മാത്രമല്ല ഇ2 എന്ന് പറയുന്നത് നമ്മൾ എന്താ ചൂസ് ചെയ്തിരിക്കുന്നത്, ബാഗ് 2ൽ നിന്നാണ് ആ ബോൾ എടുത്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ആവശ്യം എന്താ, നമ്മൾ എടുത്തിരിക്കുന്ന ആ റെഡ് ബോൾ ബാഗ് 2ൽ നിന്നായിരിക്കണം. സോ പി ഓഫ് ഇ2 ഗിവൺ ഇ, അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ പി ഓഫ് ഇ2 ഗിവൺ ഇ. ഇനി നമ്മൾ ബേസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ ന്യൂമറേറ്റർ എന്താ വരിക, പി ഓഫ് ഇ2 ഗിവൺ ഇ എന്ന് പറയുന്നത് പി ഓഫ് ഇ2 ഇൻറ്റു പി ഓഫ് ഇ ഗിവൺ ഇ2 ഡിവൈഡഡ് ബൈ സമ്മേഷൻ ആണ് വരിക. ഇവിടെ ഇപ്പോൾ 2 ടേംസ് ആണ് വരിക. ഓക്കെ, ഇ1ഉം ഇ2 അല്ല, 2 ഇവൻസ്. അപ്പോൾ പി ഓഫ് ഇ1 ഇൻറ്റു പി ഓഫ് ഇ ഗിവൺ ഇ1 പ്ലസ് പി ഓഫ് ഇ2 ഇൻറ്റു പി ഓഫ് ഇ ഗിവൺ ഇ2. ഇ1ഉം ഇ2ഉം 2 ഇവൻസ് ഉള്ളതുകൊണ്ട് 2 ടേംസ് വന്നു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ സമ്മേഷൻ ആണ് ഡിനോമിനേറ്ററിൽ, എത്ര ഇവൻസ് ഉണ്ട് അതനുസരിച്ച് അത്രയും ടേംസ് വരും. ഇവിടെ ഇപ്പോൾ 2 ഇവൻസ് ആണ്, ഇ1ഉം ഇ2ഉം സെപ്പറേറ്റ് ആയിട്ട്, സോ അതിങ്ങനെ 2 ടേംസ് ആണ് വരിക. ഇനി നമ്മൾ കറസ്പോണ്ടിങ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യാം. നമുക്ക് പി ഓഫ് ഇ2 അറിയാം 1/2 ആണ്, അതുപോലെ പി ഓഫ് ഇ1 എന്ന് പറയുന്നതും 1/2 ആണ്. അപ്പോൾ 1/2 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി പി ഓഫ് ഇ ഗിവൺ ഇ2 5/11 ആണ്, അതുപോലെ പി ഓഫ് ഇ ഗിവൺ ഇ1 3/7 ആണ്. ഇവിടെ again സെയിം 5/11 വരും. അപ്പോൾ ജസ്റ്റ് ഇത് സിംപ്ലിഫൈ ചെയ്യാം. ജസ്റ്റ് LCM എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഫർദർ സ്റ്റെപ്സിലുള്ളത്, വേറെ ഒന്നുമില്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് ന്യൂമറേറ്റർ 5/22 എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഇവിടെ LCM എടുത്തു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫൈനലി ഇവിടെ കിട്ടുന്നത് 5/136/14. ഈ 14 നമ്മൾ ന്യൂമറേറ്ററിൽ പോകും. ഇപ്പോൾ 5 × 14/136, ജസ്റ്റ് 5 × 7/68. ഒന്നുമില്ല, ജസ്റ്റ് സിംപ്ലിഫൈഡ് ആൻസർ എന്ന് പറയുന്നത് കോമൺ ഫാക്ടേഴ്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആൻസർ ആണ് 35/68. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുന്നില്ല, ബട്ട് നോർമലി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ LCM എടുത്തിട്ട് കോമൺ ഫാക്ടേഴ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ ആൻസർ സിംപ്ലിഫൈഡ് ഫോം, അതാണ് 35/68. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിന് സെയിം പാറ്റേൺ തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ തന്നെ, പക്ഷേ ഇവിടെ നമ്പേഴ്സിന് മാത്രം വേരിയേഷൻസ് ഉണ്ട്. ഓക്കെ, ആ വാല്യൂസിന് മാത്രം വേരിയേഷൻസ് ഉണ്ട്, ബാക്കി എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ബാഗ് 1 contains 5 red and 3 black balls, while another bag 2 contains 3 red and 7 black balls. One ball is drawn at random from one of the bags and it is found to be red. Again same conditional probability ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു ബാഗിൽ നിന്ന് ബാഗ് 1 or ബാഗ് 2 അതിൽ നിന്ന് നമ്മളൊരു ബോൾ റാൻഡം ആയിട്ട് എടുക്കണം. ആ എടുത്ത ബോൾ റെഡ് ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഈ റെഡ് ബോൾ, അതായത് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഡ്രോൺ ഫ്രം ബാഗ് 2. സെയിം ആണ്, ബാഗ് 2ൽ നിന്നാണ് ഇത് എടുത്തിട്ടുണ്ടാവുക എന്നുള്ള പ്രോബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. സോ ബാഗ് 1ന്റെ ഇവന്റ് E1, ബാഗ് 2ന്റെ E2. ഇനി എ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഇവന്റ് ഡ്രോൺ ബോൾ ഇസ് റെഡ്. നമ്മൾ നേരത്തെ ഇ ആണ് എടുത്തത്, അതിന് പകരം ഇവിടെ എ എടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. ദാറ്റ് ഇസ് പി ഓഫ് E2 ഗിവൺ എ, അതായത് കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് E2 ഗിവൺ എ ഹാസ് ഓൾറെഡി ഒക്കർഡ്. എ എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് എടുത്തു എന്നുള്ളത് ഓൾറെഡി പറയുന്നുണ്ട് അല്ലെ. നമ്മൾ റെഡ് ബോൾ എടുത്തു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് ബാഗ് 2ൽ നിന്നായിരിക്കണം എന്നുള്ള കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് പി ഓഫ് E2 ഗിവൺ എ. ക്ലിയർ ആയല്ലോ. അപ്പോൾ പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 ഡിവൈഡഡ് ബൈ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം തന്നെ 2 ഇവൻസ് ഉണ്ട് E1 E2, അതുകൊണ്ട് 2 ടേംസ് ഉണ്ട് ഡിനോമിനേറ്ററിൽ. ബാക്കി ടേംസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പി ഓഫ് E1 ഇക്വൽ ടു പി ഓഫ് E2 ഇക്വൽ ടു 1/2 തന്നെയാണ് വരിക, കാരണം എന്താ ഈക്വൽ പ്രോബിലിറ്റി ആണ് അല്ലെ.
സോ അതായത് E1 എന്ന് പറയുന്നത് ബാഗ് 1-ൽ നിന്ന് എടുക്കാനുള്ള പ്രോബിലിറ്റി, E2 ബാഗ് 2-ൽ നിന്നും. രണ്ടിനും ഈക്വൽ പ്രോബിലിറ്റി ആയതുകൊണ്ട് P of E1 ഉം P of E2 എന്താ 1/2 ആണ്. സോ കൺസേൺ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമുക്ക് P of A given E2 എന്താ വരിക? നേരത്തെ പറഞ്ഞ പോലെ P of A given E2 എന്ന് പറയുന്നത് എന്താ? അതായത് E2 ഓൾറെഡി ഒക്കർ ചെയ്തു, ബാഗ് 2-ൽ നിന്ന് നമ്മൾ ബോൾ എടുത്തു, അത് റെഡ് ആവണം, കണ്ടീഷണൽ പ്രോബിലിറ്റി. ഓക്കെ, അങ്ങനെ അവൻ ബാഗ് 2-ൽ എത്ര റെഡ് ബോൾസ് ഉണ്ട്? 3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 7 അതായത് 10. സോ നമുക്ക് ഇത് 3/10 കിട്ടും. ക്ലിയർ ആയല്ലോ? P of A given E2 എന്ന് പറയുന്നത് 3/10. ഓക്കെ, അതേപോലെ P of A given E1 എന്താ വരിക? P of A given E1 ഇതെന്ന് പറയുന്നത് നമുക്ക് E1 ഓൾറെഡി ഒക്കർ ചെയ്തു, അതായത് ബാഗ് 1-ൽ നിന്ന് നമ്മൾ ബോൾ ഡ്രോ ചെയ്തു, അത് റെഡ് ആയിരിക്കണം. അങ്ങനെ പ്രോബിലിറ്റി വരണമെങ്കിൽ ബാഗ് 2-ലത്തെ കേസ് നോക്കാം. ബാഗ് 1 കേട്ടോ, P of A given E1 അല്ലേ? സോ ബാഗ് 1-ലത്തെ കേസ് നോക്കാം. എത്ര റെഡ് ബോൾസ് ഉണ്ട്? 5 ആണ്. ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 5 + 3 8. സോ 5 ഡിവൈഡഡ് ബൈ 8 ആണ് വരിക. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് കൺസേൺ ടേംസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3/10 ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ രണ്ട് ടേംസിൽ വരും. 3/10 ഇവിടെ 1/2 ഓരോ ടേംസിലും 1/2 വരും. ദെൻ ഇവിടെ 5/8. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സിംപ്ലിഫൈഡ് ആൻസർ ആണ് 12 ഡിവൈഡഡ് ബൈ 37. Next question, find the mean of the number obtained on a throw of an unbiased die. Okay, അതായത് നമ്മളിപ്പോൾ അൺബയസ്ഡ് ഡൈ ത്രോ ചെയ്യണം. ഈ അൺബയസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ഡൈയിൽ ഇപ്പോൾ 6 ഫേസസ് ഉണ്ട് അല്ലെ? ഓരോ ഫേസിനും ഈക്വൽ പ്രോബബിലിറ്റി ആണ് ഒക്കർ ചെയ്യാനുള്ളത്. സോ അതിനാണ് ഈ അൺബയസ്ഡ് ഡൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ മീൻ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? ഇപ്പൊ ഈ അൺബയസ്ഡ് ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറില്ലേ, അതിന്റെ മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ഡൈസ് എന്ന് പറയുമ്പോൾ 6 ഫേസസ് ഉണ്ട് പറഞ്ഞില്ലേ, അതായത് 1 2 3 4 5 6 ഇതാണ് നമുക്ക് ആ 6 ഫേസസ് ഉള്ളത്. സോ അതൊരു സെറ്റ് ആയിട്ട് ജസ്റ്റ് കൺസിഡർ ചെയ്തു. ഇനി എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ഇല്ലേ, അതിനെ നമ്മൾ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പൊ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാ വരിക? 1 2 3 4 5 6. ക്ലിയർ ആയല്ലോ? ഇനി P of X എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി for 1 to occur അല്ലെ? ഇപ്പൊ ഡൈസ് എറിഞ്ഞു 1 occur ചെയ്യണമെങ്കിൽ പ്രോബിലിറ്റി എത്രയായിരിക്കും? ഒരു കാര്യം ആലോചിക്കുക, അൺബയസ്ഡ് ഡൈസിന്റെ കേസിൽ ഈക്വൽ പ്രോബബിലിറ്റി ആണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ നമ്പറും ഒക്കർ ചെയ്യാൻ ഈ സെയിം പ്രോബബിലിറ്റി ആണ്, സെയിം ചാൻസ് ആണ്. സോ നമുക്ക് ടോട്ടൽ എത്രയുണ്ട്? 6 ആണ്. അപ്പോൾ അത് 6 നമ്പേഴ്സിൽ ഒരു നമ്പർ ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താ? 1 ഡിവൈഡ് ബൈ 6 അല്ലെ? സോ 1/6 ആണ് എല്ലാത്തിനും വരിക. ഇപ്പൊ x1 വന്നാലും 1/6 വരും, x2 വന്നാലും 1/6 വരും. അതുപോലെ ബാക്കി എല്ലാ നമ്പേഴ്സിനും ഈക്വൽ പ്രോബിലിറ്റി ആണ്, 1/6 ആണ് വരിക. ഇനി നമുക്ക് മീൻ കണ്ടുപിടിക്കണം. മീനിന്റെ ഫോർമുല എന്താ? σi1 to n xi into pi. അതായത് ഇപ്പൊ എക്സിന്റെയും പിയുടെയും ടേബിൾ നമുക്കറിയാം. അപ്പൊ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ എക്സ് ഉണ്ട്, പി ഓഫ് എക്സ് ഉണ്ട്, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ടോട്ടൽ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ മീൻ വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് ഐ ഇതിപ്പോ ഇൻഡിവിജ്വലി ഇങ്ങനെ ഓരോ ടേംസ് കാണിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് 1 into 1/6 പ്ലസ് 2 into 1/6 പ്ലസ് 3 into 1/6 പ്ലസ് എക്സെട്ര അപ് ടു 6 into 1/6 ഓരോ ടേംസും കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 21 ഡിവൈഡഡ് ബൈ 6 ആണ്. സോ ഹിയർ ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. ജസ്റ്റ് 3 കോമൺ ഫാക്ടർ അല്ലേ? ഇപ്പൊ 7 2 ഇപ്പൊ 7/2 എന്ന് എഴുതാം ആൻസർ. സിംപ്ലിഫൈഡ് ഫോമിൽ 7/2 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല. എപ്പോഴും സിംപ്ലിഫൈഡ് ഫോമിൽ ആൻസർ എക്സ്പ്രസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് P of A is equal to 0.8, P of B is equal to 0.5 and P of B given A is equal to 0.4, then find P of A intersection B, P of A given B, P of A union B. അപ്പോൾ നമുക്ക് ഇതിന് എല്ലാത്തിനും ഫോർമുല ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ P of B given Aയും P of A intersection Bയും തമ്മിലുള്ള ഫോർമുല നോക്കാം. P of B given A എന്താ? P of A intersection B ഡിവൈഡഡ് ബൈ P of A ആണ്. അതായത് ഏത് ഇവന്റ് ആണ് ഒക്കർ ചെയ്തിട്ടുള്ളത് അതാണ് ഡിനോമിനേറ്ററിൽ വരിക. അങ്ങനെ ഓർത്ത് വെക്കുക. സോ P of B given A എന്താണ്? P of A intersection B ഡിവൈഡ് ബൈ P of A ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് P of A intersection B കണ്ടുപിടിക്കാം. കാരണം എന്താ? നമുക്ക് ബാക്കി ടേംസ് അറിയാം. P of B given Aയും അറിയാം, P of Aയും അറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.4 into 0.8 അതായത് 0.32 ആൻസർ കിട്ടും. നെക്സ്റ്റ് നമുക്ക് P of A given B കാണണം. അത് അഗെയിൻ വേറൊരു ഫോർമുല എന്താ? P of A given B എന്താ? ന്യൂമറേറ്റർ സെയിം ആണ്. P of A intersection B ഡിവൈഡഡ് ബൈ P of B ആണ് വരിക. ക്ലിയർ ആയല്ലോ?
ഇപ്പോൾ ഓൾറെഡി നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.32 കിട്ടി. പി ഓഫ് ബി നമുക്കറിയാം. സോ 0.32 by 0.5 അതായത് 0.64 ആണ് ആൻസർ വരിക. ലാസ്റ്റ് വൺ പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബിയും പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും തമ്മിലൊരു ഫോർമുല ഉണ്ട്. ദാറ്റ് ഇസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ഇവിടെ മൈനസ് ആണ് വിട്ടുപോയത്. സപ്പോസ് നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി തന്നിട്ട് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണണമെങ്കിൽ ഇത് റീഅറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ആണ് ചോദിച്ചിട്ടുള്ളത്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾറെഡി നമ്മൾ ഫസ്റ്റ് കേസിൽ കണ്ടുപിടിച്ചു. അപ്പൊ തന്നിരിക്കുന്ന വാല്യൂസ് പി ഓഫ് എ, പി ഓഫ് ബി, ദെൻ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഫൈനൽ ആൻസർ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 0.98 കിട്ടും. Next question, given two independent events A and B such that P of A is equal to 0.3, P of B is equal to 0.6. Then find P of A and B. Okay, അതിന്റെ മീനിങ് എന്താ? P of A intersection B. P of A intersection B. Okay, next പറഞ്ഞിട്ടുള്ളത് P of A and not B ആണ്. So P of A intersection B ആണ് P of A and B. Next P of A and not B എന്ന് പറയുന്നത് എന്താ? P of A and എന്ന് പറഞ്ഞ intersection, not B എന്ന് പറഞ്ഞാൽ B complement ആണ്. Next P of A or B അതായത് P of A union B. അപ്പോൾ ഇതിന്റെ implications അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം. നെക്സ്റ്റ് വൺ P of neither A nor B ആണ്. അതായത് P of neither nor case ആണ്. ദാറ്റ് ഈസ് രണ്ടും നോട്ട് കേസ്, കോംപ്ലിമെന്റ് കേസ്. P of A complement intersection B complement ഇതാണ്. അപ്പോൾ ഈ 4 പാരാമീറ്റേഴ്സ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ? P of A 0.3 തന്നിട്ടുണ്ട്, P of B 0.6 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് A complement B complement ടേംസിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ തന്നെ കണ്ടുപിടിക്കുക. അതായത് P of A complement എന്ന് പറയുന്നത് 1 minus P of A ആണ് അല്ലേ? അതേപോലെ P of B complement എന്താണ്? 1 minus P of B ആണ്. ക്ലിയർ ആണല്ലോ? സോ ഇതിൽ നിന്ന് നമുക്ക് P of A കോംപ്ലിമെന്റും P of B കോംപ്ലിമെന്റും കിട്ടും. ദാറ്റ് ഈസ് 0.7ഉം 0.4ഉം. ഓക്കെ, കാരണം P of A ഓൾറെഡി തന്നിട്ട് P of B യും തന്നിട്ട്. അപ്പോൾ നമുക്ക് P of A കോംപ്ലിമെന്റ് 0.7ഉം അതേപോലെ P of B കോംപ്ലിമെന്റ് 0.4ഉം കിട്ടും. ഈ രണ്ട് വാല്യൂസും കിട്ടി. ഇനി നമുക്ക് ഓരോ പാരാമീറ്റേഴ്സ് 1 by 1 നോക്കാം. ഫസ്റ്റ് കേസ് ആണ് P of A ഇന്റർസെക്ഷൻ B. അതായത് P of A ഇന്റർസെക്ഷൻ B എന്താ? P of A into B of B. ജസ്റ്റ് രണ്ട് പ്രോബബിലിറ്റീസും മൾട്ടിപ്ലൈ ചെയ്യും. 0.3 into 0.6 that is 0.18. Next P of A intersection B complement. അതായത് P of A into P of B complement. Intersection പറഞ്ഞാൽ രണ്ട് ഇൻഡിവിജ്വൽ പ്രോഡക്ട്സും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ P of A into P of B complement. That is 0.3 into 0.4, 0.12. Next case P of A union B. P of A union B. അപ്പോൾ അതും നമുക്ക് ഫോർമുല നേരത്തെ അപ്ലൈ ചെയ്ത പോലെ തന്നെ P of A plus P of B minus P of ഇത് A intersection B ആണ് കേട്ടോ. P of A intersection B. P of A intersection B യുടെ ഫോർമുല എന്താ? P of A into P of B. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് P of A into P of B എന്ന് എഴുതി അത്രേ ഉള്ളൂ. സോ P of A plus P of B minus P of A intersection B അതായത് 0.72. കറക്റ്റ് ഫോർമുല ആ വാല്യൂസ് ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് കേസ് എന്താ? ലാസ്റ്റ് വൺ, അതായത് P of A complement intersection B complement അതായത് P of A complement into P of B complement. ഇതും രണ്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.7ഉം 0.4ഉം അല്ലേ? അത് മൾട്ടിപ്ലൈ ചെയ്താൽ 0.28 ആണ് ആൻസർ. Next question, the probability distribution of a random variable x is given in the following table. അപ്പോൾ നമുക്ക് ഇവിടെ probability distribution തന്നിട്ട് xന്റെ വാല്യൂസിന് കറസ്പോണ്ടിങ് P of x തന്നിട്ടുണ്ട് അല്ലേ? ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഫൈൻഡ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് x ലൈസ് ബിറ്റ്വീൻ 1 and 4. അതായത് P of 1 less than x less than 4 കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഫൈൻഡ് മീൻ ഓഫ് x, മീൻ കണ്ടുപിടിക്കണം. അത് മാത്രമല്ല വേരിയൻസ് ഓഫ് x കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ കെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് ടോട്ടൽ പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്താ? 1 ആണ്. ദാറ്റ് മീൻസ് ഈ പി ഓഫ് എക്സ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 1 ആണ്. അപ്പോൾ 0.1 പ്ലസ് കെ പ്ലസ് 2k പ്ലസ് 2k പ്ലസ് കെ ഇസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. ദാറ്റ് ഇസ് 6k പ്ലസ് 0.1 ഈക്വൽ ടു 1. അതിൽ നിന്ന് കെയുടെ വാല്യൂ കിട്ടും 0.9/6 ദാറ്റ് ഇസ് 0.15. ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P of 1 less than x less than 4. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? എക്സിന്റെ വാല്യൂ ബിറ്റ്വീൻ 1 and 4. സോ ഇവിടെ 1 and 4ന്റെ ഇടയിലുള്ള വാല്യൂസ് P of 2ഉം P of 3 ആണ്. സോ നമ്മൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. P of 2 plus P of 3. ദാറ്റ് ഇസ് P of 2 2k ആണ്, P of 3 2k ആണ്.
അതായത് 4k, കെയുടെ വാല്യൂ ഇപ്പോൾ കിട്ടിയല്ലോ 0.15, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 0.6 ആണ് ആൻസർ. ഇനി മീൻ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ ഇവിടെ ഇപ്പോൾ തേർഡ് ആൻഡ് ഫോർത്ത് രണ്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. തേർഡ് ആൻഡ് ഫോർത്ത് ചെയ്തിട്ടുണ്ട്. അതായത് മീനും കണ്ടുപിടിച്ചിട്ടുണ്ട്, വേരിയൻസും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് രണ്ടിനും കോമൺ ആയിട്ട് ഒരു ടേബിളാണ് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ് വേണ്ടത്. സോ എക്സിന്റെ കോളം, പി ഓഫ് എക്സിന്റെ കോളം, ദെൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സിന്റെ കോളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഫൈനലി ഇതിന്റെ സം അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് 2.25. ഓക്കെ, ഇതാണ് നമുക്ക് മീൻ വാല്യൂ വരിക. ക്ലിയർ ആയോ? ഇനി നമുക്ക് സിഗ്മ എക്സ് സ്ക്വയർ പി എക്സ് എന്നുള്ള ടേം കൂടി വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേരിയൻസിന്റെ ഫോർമുലയിൽ സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് സിഗ്മ എക്സ് പി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് കോളം അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ആ ടേബിൾ നോക്കിയാൽ തന്നെ അറിയാം. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ എക്സ് പി ഓഫ് എക്സ്, എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്, എക്സ് സ്ക്വയറിൻ്റെ പി ഓഫ് എക്സ്. അപ്പോൾ എന്ത് ചെയ്യണം? എക്സ് ഇത് രണ്ടും ഈ രണ്ട് കോളംസും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് കോളം കിട്ടും. അതുപോലെ എക്സ് സ്ക്വയർ, അതായത് 1 സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കോളം, അതായത് എക്സ് സ്ക്വയറിൻ്റെ പി ഓഫ് എക്സ് കിട്ടും. അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയി കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് വാല്യൂസ് കിട്ടിയിട്ടുള്ളതാണ് ഈ കോളത്തിൽ എഴുതിയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് എക്സും പി ഓഫ് എക്സ് ആണ്. ബാക്കി നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ആദ്യത്തെ രണ്ട് കോളം മൾട്ടിപ്ലൈ ചെയ്താൽ തേർഡ് കോളം കിട്ടും. ആദ്യത്തെ കോളം സ്ക്വയർ ചെയ്ത് സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലാസ്റ്റ് കോളം കിട്ടും. അപ്പം അങ്ങനെ കിട്ടി. ഫൈനൽ കൊടുത്തിരിക്കുന്ന വാല്യൂ സമ്മേഷൻ ആണ്. അത് സിഗ്മ, ഇതെന്ന് പറയുന്നത് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സും, ഈ വാല്യൂ 6.45 എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മീനിന്റെ വാല്യൂ എന്തായിരിക്കും? സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്, അതായത് 2.25. നെക്സ്റ്റ് വി ഓഫ് എക്സ്, വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. ഇത് തെറ്റിക്കരുത്, ഹോൾ സ്ക്വയർ ആണ്. സോ സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് 6.45 കിട്ടി. ഇനി സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് 2.25 ആണെന്നറിയാം. അതിന്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, ഈ ഒരു ടേമിന്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ നമുക്ക് 6.45 മൈനസ് 5.0625, ദാറ്റ് ഇസ് 1.3875. അതാണ് ആൻസർ. താങ്ക് യു.